ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ ഭാഷ എന്ന കഥയുമായി വീണ്ടും നിങ്ങൾക്കരികിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് കഥ കേട്ട് തുടങ്ങാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാഷ് പെട്ടെന്ന് ആമിക്കരികിലേക്ക് വന്നു. എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണെന്ന് ആലോചിച്ച് നമ്മുടെ ആമി വരയിടായി നിൽക്കുന്ന സമയത്ത് ഒക്കെ സംഭവിച്ചത് നമുക്ക് നോക്കാം. മാഷ് ആമിയുടെ അരികിലേക്ക് വന്നു. ആമി അമരുന്ന മാഷിനെ തന്നെ നോക്കി. മാഷിൻ്റെ കണ്ണിൽ ഒരുപാടേറെ ഇഷ്ടം ആമി കണ്ടു. മാഷ് ആമയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആധരങ്ങൾ അവിടെ നെറുകയിലമർന്നു. പിന്നെ പതുക്കെ താഴോട്ട് ആമയുടെ അധരങ്ങളിൽ ആധരങ്ങൾ ചേർക്കുമ്പോൾ ആമി വല്ലാതെ പിടഞ്ഞു പോയിരുന്നു. ഒന്നമത്തി ചുംബിച്ച് പതുക്കെ മാഷ് അവളോട് പറഞ്ഞു, ഐ ലവ് യു ആമി, ലവ് യു സോ മച്ച്. മാഷിനെ തന്നെ നോക്കി. പിന്നെ പതുക്കെ അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി മാഷ് തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. ആകപ്പാട് മാഷിനെ നോക്കി അന്തപ്പെട്ട് നിൽക്കുകയാണ് ആമി. ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് എന്നറിയാതെ മാഷ് ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആമി ഒന്ന് നോക്കി. എന്താ ഇവിടെ തന്നെ നിൽക്കുകയാണോ, പോകുന്നില്ലേ നമ്മത്തിൽ? അപ്പോൾ തന്നെ ആമി തിരിഞ്ഞു നടന്നു. ഇല്ലെങ്കിൽ പിന്നെ കലിപ്പം മൂഡ് ഓൺ ചെയ്താൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ നടന്ന് ഹോസ്റ്റലിനുള്ളിലേക്ക് കടന്നുപോയി. റൂമിലെത്തി. നല്ല ക്ഷീണമുണ്ട്. ഒന്ന് കിടക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കുളിക്കാതെ എങ്ങനെ ഉറങ്ങും? നേരെ പോയി കുളിച്ചിട്ട് വന്നു. തോർത്ത് തലയിൽ ചുറ്റി ഇറങ്ങി വന്നു. 4 പേരും എന്നെ നോക്കി ഒരു ഓഞ്ഞ ചിരി പാസാക്കി. അപ്പോഴേക്ക് ആദര് സംസാരിച്ചു തുടങ്ങി. അല്ല, നീ രാവിലെ എന്താ പറഞ്ഞേ? കല്യാണം കഴിച്ചല്ലേ എന്നല്ലേ? എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നതിന് ഉമ്മ വയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ലല്ലേ? ആമ അഹപ്പാടെന്നാണ് കെട്ടുപോയി. അതോടെ 4 പേരും ചിരി തുടങ്ങി. ഷീനു വന്ന് ആമയെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാണ്. നിന്റെ മാഷിന് നിനക്ക് ജീവനല്ലേ, പിന്നെന്താ? പിന്നെ ഞങ്ങൾ കണ്ടത് അത് യാദൃശികമായി നോക്കിയപ്പോൾ കണ്ടതാണ്. നീ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഇന്നത്തെ വിശേഷമൊക്കെ പറയൂ. നിനക്ക് ജോലി കിട്ടിയോ? ആമി തലയാട്ടി. എന്നിട്ട് അന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടുകാരികളോട് ഷെയർ ചെയ്തു. ഗോപികയുടെ കാര്യം ഉൾപ്പെടെ. ആഹാ, അത് ഒന്നാന്തരം ഒരു പാരയാണല്ലോ, നീ സൂക്ഷിക്കണം. അവൾ തലയാട്ടി. കുറേ നേരം കൂടി എല്ലാവരും ഇരുന്ന് കാര്യം പറഞ്ഞു. പിന്നെ 5 പേര് ഒരുമിച്ച് ബസ്സിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചെത്തി. അവർ ഉറങ്ങാൻ വന്ന് കിടന്നപ്പോൾ എന്തുകൊണ്ടോ ആമിയുടെ ഓർമ്മകളിലേക്ക് മാഷി കടന്നു വന്നു. കുറച്ച് നിമിഷം മുമ്പ് മാഷി തനിക്കായി നൽകിയ ആ ചുംബനത്തിൻ്റെ മധുരം തൻ്റെ ചുണ്ടിത്തല്ലേ തന്നെ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. മാഷിനോടുള്ള ഇഷ്ടം കുറച്ചേറിപ്പോൾ കൂടിയിരിക്കുന്നു. അതിനോടൊപ്പം ഗോപിക മാഷിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഓർമ്മ വന്നു. അതോർത്തപ്പോൾ തന്നെ ഉള്ളിലൊരു സങ്കടമാണ് പൊട്ടുന്നത്. ആമി അറിഞ്ഞു, മാഷിന് മറ്റൊരു അവകാശി. അത് ഓർക്കാൻ കൂടി വയ്യ. മാഷ് എൻ്റെയാണ്, എൻ്റെ മാത്രം. എൻ്റെ മാഷിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവളത് മനസ്സിൽ വല്ലാതെ ഇന്നെൻ്റെ ലോകം തന്നെ എൻ്റെ മാഷാണ്. മാഷില്ലാത്തൊരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എൻ്റെ മാഷിനെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോഴാണ് എൻ്റെ മാഷിന് മറ്റൊരവകാശിയെന്നും പറഞ്ഞ് ഒരാൾ വരുന്നത്. ഓർക്കുമ്പോൾ തന്നെ ചങ്ക് പിളരുന്നത് പോലെ തോന്നുകയാണ്. എന്തായാലും ആദർശ് സാർ ആവശ്യത്തിന് കൊടുത്തല്ലോ, അത് മതി. ഞാനല്ല, ആമി അവളെ തന്നെ ആശ്വസിപ്പിച്ചു. ഇന്ന് എൻ്റെ മാഷിൻ്റെ കണ്ണിൽ കണ്ട ആ സ്നേഹം, അതുമാത്രം മതി ആ ഉള്ളിൽ താൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ആമി തന്നോട് തന്നെ പറഞ്ഞു. ആഗ്രഹിക്കാത്ത നിമിഷത്തിൽ തന്നെ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ആദരങ്ങൾ എന്നെ ചേർത്തപ്പോൾ ഉള്ളു പിടഞ്ഞു പോയിരുന്നു. ഇനി എന്താണ് എൻ്റെ മാഷിന് മാത്രമായി തീരുക ഞാൻ? ചിന്തകൾ അവിടം വരെ എത്തിയപ്പോഴത്തേനും ഉറക്കം കണ്ണുകളെ മൂടിക്കഴിഞ്ഞു. രാവിലെ കണ്ണു തുറന്നത് തന്നെ കൂട്ടുകാരികളുടെ കലപില ശബ്ദം കേട്ടാണ്. സമയം നോക്കി. ദൈവമേ, 7:15. ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. അടിവയറ്റിൽ ഭയങ്കരമായ വേദന. ദൈവമേ, പീരീഡ്സായി. ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ പോക്കാണ്. എല്ലാ മാസവും ഈ ദിവസത്തെ വല്ലാത്ത ഭയത്തോടെയാണ് നോക്കുന്നത് തന്നെ. അത്രയ്ക്കും വയറുവേദനയായിരിക്കും. പിന്നെ അതിനേക്കാൾ ഭയങ്കര അസ്വസ്ഥതകളും. പോയി കുളിച്ച് ഒരുങ്ങുമ്പോൾ വയറുവേദന കൊണ്ട് ആമി പിടയുകയായിരുന്നു. കരയുന്നത് കണ്ടിട്ട് കൂട്ടുകാരികൾ അടുത്തുകൂടി.
അവർ അപ്പോൾ തന്നെ വയറുവേദനയ്ക്കുള്ള ഗുളിക അവളെ കൊണ്ട് കഴിപ്പിച്ചു. മെസ്സിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് അവരായിട്ട് തന്നെ അവളെ കൊണ്ട് കഴിപ്പിച്ചു. എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്ന് തോന്നുക, പക്ഷേ നടക്കില്ല, ജോലിക്ക് പോകണം. ഇന്നലെ ജോലി കിട്ടിയതേ ഉള്ളൂ. താൻ കാരണം മാഷിന് തല എവിടെയും കുനിഞ്ഞു പോകാൻ ഇടവരരുത്. അപ്പോഴേക്കും മാഷിൻ്റെ വിളി വന്നു. ഫോണെടുത്ത് ചെവി ചേർക്കുമ്പോൾ എന്തോ മാഷിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സങ്കടം വല്ലാതെ വന്നു. എന്നിട്ടും കരയാതെ പിടിച്ചു നിന്നു. എൻ്റെ ശബ്ദത്തിലെ ആമയുടെ ശബ്ദത്തിലെ ചെറിയ വ്യത്യാസം പോലും മനസ്സിലാക്കുന്ന മാഷിനപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ആള് പെട്ടെന്ന് തന്നെ ആമയ്ക്കടുത്തെത്തി. പതുക്കെ നടന്ന് മാഷിൻ്റെ അടുത്തെത്തി. ബൈക്കിൽ കയറുമ്പോഴൊക്കെ മാഷിൻ്റെ കണ്ണുകൾ ആമയുടെ മുഖത്ത് തന്നെയായിരുന്നു. വണ്ടിയിൽ കയറി ഒരാശ്രയത്തിനെന്നവണ്ണം മാഷിനെ കെട്ടിപ്പിടിച്ച് ആ ചുമരിലേക്ക് ആമി അങ്ങനെ ചാടിക്കിടന്നു. മാഷ് അവളെ പതുക്കെ വിളിച്ചു. മോളെ, എന്താടാ നിനക്ക്, വയ്യേ? ആമി പതുക്കെ തലയാട്ടി. അതേ എന്നർത്ഥത്തിൽ. എങ്കിൽ പിന്നെ നീ ഇന്ന് പോകണ്ട, ഞാൻ ആദർശിനെ വിളിച്ച് പറഞ്ഞോളാം. സാരമില്ല ഏട്ടാ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. ഞാനല്ല, ആമി പറഞ്ഞു. രാവിലെ മെഡിസിൻ കഴിച്ചു. അതൊന്നും കേട്ടിട്ടും സമാധാനമില്ലാത്ത മാതിരി മാഷിൻ്റെ മുഖത്ത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. മാഷ് ആദ്യമായിട്ടാണ് ആമിയെ ഇങ്ങനെ കാണുന്നത്, അതുകൊണ്ടായിരിക്കും അത്. മാഷ് ആമിയെ കൊണ്ടിറക്കി അവൾക്കൊപ്പം തന്നെ വന്നു. സെക്ഷനെ അവളെ കൊണ്ടാക്കി. ഗോപിച്ചേട്ടനെ വിളിച്ച് ആമിയെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. വയ്യാതെ വല്ലതും കണ്ടാൽ ഓട്ടോ വിളിച്ച് അവളെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. മാഷിനാണ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതാണ്. പോകുന്നതിന് മുമ്പ് ആമിയെ മാഷ് ഒന്നുകൂടി നോക്കി. ആമി ഒന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല, സമാധാനം ഇക്കൊള്ളൂ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കാണിച്ചിട്ട് അത് കണ്ടിട്ടാണ് മാഷി പോകുന്നത്. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ? നമുക്ക് നാളെ